എൻട്രിക്കിനെ എന്തായാലും ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ കുറവാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും മാത്യൂസ് കുഞ്ഞയ്ക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി നൽകുക. അതിന് ഒരു കാരണം അദ്ദേഹം ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ഫിസിക്കാണ് കൂടുതൽ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇഗോർ തിയാഗോയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം ഈ ഒരു അപ്രവചനീയതയുണ്ട് കുഞ്ഞയുടെ നീക്കങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ഒരു ഭാഗത്ത് ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു മികവുണ്ട്. സ്വാഭാവികമായിട്ടും ആഞ്ചലോട്ടിക്ക് നന്നായി അറിയുന്ന പ്ലെയറാണ് വിനീഷ്യസ്. അപ്പോൾ പരമാവധി വിനീഷ്യസിനെ ഉപയോഗപ്പെടുത്തുക, വിനീഷ്യസിലേക്ക് കൂടുതൽ പന്തെത്തിക്കുക എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായും വിനീഷ്യസ് അവിടെ നന്നായി കളിക്കുമ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വാക്വത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു കുഞ്ഞയ്ക്ക് എന്നുള്ളതാണ്. രണ്ട് വിങ്ങുകളിലും ബ്രസീൽ സ്ട്രോങ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. അതിനിപ്പോൾ റഫീനയാണെങ്കിലും മറുഭാഗത്ത് വിനീഷ്യസും, ഇനിയിപ്പോൾ വിനീഷ്യസിനെയോ ആരെങ്കിലും സബ് ചെയ്യേണ്ടി വന്നാൽ പോലും ഇരുവിങ്ങുകളിലും കളിക്കാൻ ശേഷിയുള്ള മാർട്ടിനെലി അവിടെയുണ്ട്, അല്ലെങ്കിൽ ഹെൻറിക്ക് അവിടെയുണ്ട്. ഇവരെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫിലായിരിക്കും എൻട്രിക്കിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ ഒരു പക്ഷെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ, ഇപ്പോൾ നമ്മൾ സന്നാഹ മത്സരത്തിൽ കണ്ടതാണ്, ഉദ്ദേശിച്ച ഒരു ഫലം സത്യത്തിൽ കിട്ടിയില്ല കുഞ്ഞയിൽ നിന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞ സ്വാഭാവികമായിട്ടും പ്രീമിയർ ലീഗ് കളിക്കുമ്പോഴും നമ്മളാണ് എല്ലാ മത്സരത്തിലും തിളങ്ങുന്ന ഒരു താരമൊന്നുമല്ല. പക്ഷേ നിർണായക നിമിഷങ്ങളിൽ ചില പ്രത്യേക മൂവുകളിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയൊക്കെ അതിനൊരു കാരണമാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലി ഉള്ള ഒരു സ്ട്രൈക്കർ കൂടിയാണ് അദ്ദേഹം യൂറോപ്പിൽ കളിക്കുമ്പോഴും. അപ്പോൾ അത് എത്രത്തോളം കുഞ്ഞ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും എൻട്രിക്ക് എപ്പോൾ വരും എന്നുള്ളത്. പക്ഷെ ഞാൻ കാണുന്ന ഇതിലെ ഏറ്റവും വലിയ പോരായ്മ, ബ്രസീൽ യഥാർത്ഥത്തിൽ ഇത്തവണ ഒരു വയസ്സൻ പട എന്ന് നമ്മൾ പറയേണ്ടി വരും. നേരത്തെ അത് ജയസ് സൂചിപ്പിക്കുകയുണ്ടായി. രണ്ട് ഫ്ലാങ്കിൽ യൂസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന വിങ് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് ഏജ് എബോവ് 35 ആണ്. മാത്രമല്ല നമ്മുടെ സെൻറ്റർ ബാക്കുകളുടെ പ്രശ്നവുമുണ്ട്. അവിടെ ഗബ്രിയൽ മഗലസ് മാത്രമാണ്, അദ്ദേഹത്തിന് 28 വയസ്സായി. മറുഭാഗത്ത് മാർക്കിനോസ് 32 വയസ്സ്, 34 വയസ്സ്. ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ധൈര്യമുള്ളത് രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച അല്ല, നല്ല ഫോമിലുമാണ് രണ്ട് പ്ലേയേഴ്സും. പക്ഷേ അതിന് മുൻപിൽ വരുന്ന പ്ലേയേഴ്സ് നമ്മൾ നോക്കാം. കസമേറോ 34 ഗിമറാസ് ഓക്കെ, അദ്ദേഹത്തെ ഇതാക്കാം. പക്ഷെ കസമേറയെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ പിന്നീട് വരുന്നത് ഫാബിഞ്ഞോയാണ്. അവിടെയും അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ബ്രസീൽ സ്വാഭാവികമായിട്ടും ഇത്തവണ എല്ലാ സമയത്തും കളത്തിൽ നിർത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഡിഫൻസിന് പൊട്ടാനുള്ള സാധ്യതയുമുണ്ട്.